ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മുല്ലയിൽ ഒരുപാട് മുല്ലപ്പൂ ഉണ്ടായതാട്ടോ, നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളിപ്പോൾ പേട്ടയ്ക്ക് പോയി വന്നതാണ്. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. മിനിച്ചേട്ടന് നേരം ഉള്ളപ്പോഴാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ നാരങ്ങയുടെ ക്യൂബ് ഫ്രീസറിലിരുന്നൊക്കെ തീർന്നു, അതൊക്കെ ഉണ്ടാക്കി വെക്കണം. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കണം. അപ്പോൾ 1.5 കിലോ 100 രൂപ, 2.5 കിലോ 100 രൂപ അങ്ങനെയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ മേടിക്കാൻ വേണ്ടി പോകുന്നതാണേ. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ, ക്യൂബ് ഉണ്ടാക്കുന്നതിൻ്റെയും സോസിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കയറി കാണണേ. പിന്നെ കിഴങ്ങ് സവാള, കുഞ്ഞൊരു ടിപ്പാണ്. ഈ കിഴങ്ങ് സവാളയും കൂടെ നമ്മൾ ഒരുമിച്ച് വെക്കരുത്. ഈ സവാളയ്ക്കകത്ത് നിന്ന് ഒരു വാതകം പുറപ്പെടുവിക്കുന്നതാണ് പറയുന്നത്. അന്നേരം ഈ കിഴങ്ങ് പെട്ടെന്ന് മുളച്ച് പോവേ. അത് 2 സ്ഥലത്തായിട്ട് വെക്കണം കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങും ചേമ്പും മേടിച്ചു. പിന്നെ സോപ്പ് പൊടി, എല്ലാ പ്രാവശ്യവും കിട്ടുന്ന സോപ്പ് പൊടി അല്ല ഈ പ്രാവശ്യം കിട്ടിയത്. മറ്റേത് കിലോ 40 ആണെന്ന് തോന്നുന്നു, 40 രൂപയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ വെറും പ്ലെയിൻ കവറിലാണ് മേടിക്കാറ്. ഈ പ്രാവശ്യം ഇങ്ങനെ കിട്ടിയത്. പിന്നെ മാങ്ങായ, സോയാബോൾ, അവൽ, നിലക്കടല, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇനി സെറ്റാക്കി വെക്കണം. അന്നേരത്തേനും നമ്മുടെ ഇടിച്ചക്ക ഇടാൻ വേണ്ടി കുറച്ച് ചക്ക ഇല്ലായിരുന്നു. അതിൻ്റെ വലിയ ചക്ക അത് ഈ ആവി കയറിയിട്ട് കരികിലെല്ലാം വീണ നിലത്തല്ലേ ഇരുന്നേ, ആവി കയറിച്ചിട്ട് അത് പോയേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം വെന്ത് പോയി. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോൾ കേടായിടാൻ തുടങ്ങി. അതുകൊണ്ട് അത് പറിച്ച് മൂത്തിട്ടൊന്നുമില്ല, നല്ല റെഡ് കളറാവുന്ന ഒരു ലൈറ്റ് നല്ലപോലെ മൂത്ത് വരുന്ന ഒരു കളർ വരുന്നതായിരുന്നു. അത് പിന്നെ അരിഞ്ഞ് പെറുക്കി കൊണ്ടുവന്ന് പുഴുക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് ശരിയാവുമെന്നൊന്നും അറിയത്തില്ലേ. ഒരു പെട്ടെന്ന് അതിന് കളറ് മാറി കേട്ടോ. ഞാൻ തേങ്ങായും കാന്താരിമുളകും കരിയാപ്പിലയും വെളുത്തുള്ളി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, അത്രയും സാധനങ്ങൾ അരയ്ക്കത്തുള്ളേ. കുക്കറിലാട്ടോ വേവിക്കുന്നത്. പെട്ടെന്ന്, ഞാൻ എല്ലാം എളുപ്പപ്പണിയാണ്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പണ്ട് മുതലേ കുക്കറിലാണ് വേവിക്കുന്നത്. ചക്കയും കപ്പയും ഒക്കെ അതിൻ്റെ അകത്താണ് വേവിക്കുന്നത്. ഇപ്പോൾ പല അളവുള്ള കുക്കറുണ്ട്. കുക്കറിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ചോപ്പറിലിട്ടാട്ടോ അത് പിന്നെ ക്യാമറ തിരിഞ്ഞു പോയേ, ധൃതി പിടിച്ചുണ്ടാക്കുന്ന 5 ആകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കുറച്ച് രാവിലെ എടുത്ത് കുറച്ച് ഉച്ചയ്ക്ക് എടുത്ത്, അങ്ങനെ കേട്ടോ. എന്നിട്ട് ചോപ്പറിന് കുറച്ച് ഇത്രയും വെള്ളം മതി അതിനാന്ന് പറഞ്ഞാൽ ആവി കയറിയാൽ മതിയല്ലോ. അവിടെ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കണേ. പിന്നെ ഞാൻ ആ ചോപ്പറിലിട്ട് അടിച്ചപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ചക്കപ്പുഴുക്ക് റെഡിയായി. ഇത്ര നേരത്തെ പണിയേ ഉള്ളൂ. എന്നിട്ട് ഇളക്കി എടുത്താൽ മതി. പിന്നെ കേട്ടോ 5:30-6 മണി എങ്ങാണ്ടായി നേരം. എന്നിട്ട് ഇതൊന്നും ചിത്രശലഭം ഒന്നും പോകാറൊന്നും ആയിട്ടില്ല. ഇതുങ്ങളിങ്ങനെ കറങ്ങി 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 നടക്കുക. ഞങ്ങൾ ഈ പൊന്നാരിവീരം വെട്ടിക്കളയാനിരുന്നതാണേ. അന്നേരം ഇതിനെ കണ്ടുകൊണ്ട് ഇനി വെട്ടുന്നില്ല. ഇതിൻ്റെ സ്മെല്ല് ഒരു രസമില്ല. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള വീഡിയോയേ. ഓക്കെ, ബൈ.